Morning everyone. Welcome to the online class. Today's class we start with the topic about the annual general body meeting section 29. Then special general body meeting section 30 rule 36. Nominee of government on committees as of an apex or central society section 31. Then supersession of the committee section 32. Okay, Kerala Cooperative Societies Actile ചില സെക്ഷൻസുകളാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇലക്ഷനുമായി റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സുകളായിരുന്നു. ഇലക്ഷൻ കണ്ടക്ട് ചെയ്തു കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് മീറ്റിംഗുമായി റിലേറ്റഡ് ആയിട്ട് വരുന്ന ചില റൂൾസുകളാണ് പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗിനെ കുറിച്ചിട്ടാണ്. സെക്ഷൻ 29 ആണ് ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് പറയുന്നത്. നമുക്കറിയാം, ഒരു സൊസൈറ്റി, ആ സൊസൈറ്റിയുടെ ഫുൾ ആയിട്ടുള്ള ഒരു ഇയർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു വാർഷികമായിട്ടുള്ള ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചു ചേർക്കണം. സാധാരണ ജനറൽ ബോഡി മീറ്റിംഗിലാണ് സൊസൈറ്റിയുടെ ഫുൾ അഫയേഴ്സുമായി റിലേറ്റഡ് ആയിട്ട് വരുന്ന മാനേജ്മെന്റുമായിട്ടോ റിലേറ്റഡ് ആയിട്ട് വരുന്ന ഡിസിഷൻസുകളൊക്കെ എടുക്കുന്നത്. പക്ഷെ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. ആ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ച് സ്പെസിഫൈ ചെയ്യുന്ന സെക്ഷനാണ് നമുക്ക് ഇവിടെ പറയുന്ന സെക്ഷൻ 29 അല്ലെങ്കിൽ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് ഒരു ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് സൊസൈറ്റി കൺവീൻ ചെയ്യേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാല് വിതിൻ 6 മന്ത്സിനുള്ളിൽ എന്ത് ചെയ്തിരിക്കണം? ആനുവൽ ജനറൽ മീറ്റിംഗ് കൺവീൻ ചെയ്തിരിക്കണം. ഇനി ആനുവൽ ജനറൽ മീറ്റിംഗില് എന്തെല്ലാം പോയിന്റ്സുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്, അതിനെടുക്കേണ്ട പ്രൊസീജിയറുകൾ എങ്ങനെയാണ് എന്നുള്ളതാണ് അടുത്ത ടോപ്പിക്കിൽ പറയുന്നത്. പോയിന്റ് നമ്പർ എ, അപ്രൂവൽ ഓഫ് ദി ബഡ്ജറ്റ് with the reference to the program of the activities of the society prepared by the committee for ensuing year. നമുക്കറിയാം, ബഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എസ്റ്റിമേഷൻ ഓർ പ്രഡിക്ഷൻ ഫോർ ദി നെക്സ്റ്റ് ഇയർ. അപ്പോ വരുന്ന വർഷങ്ങളില് സൊസൈറ്റി എന്തെല്ലാം പ്രോഗ്രാംസുകളാണോ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ പെർഫോമൻസിനനുസരിച്ച് കൊണ്ട് ഒരു ബഡ്ജറ്റ് തയ്യാറാക്കിയിരിക്കണം. അപ്പൊ ആ ബഡ്ജറ്റ് തയ്യാറാക്കേണ്ടത് ആരാണ്? അതായത് ജനറൽ ബോഡി മീറ്റിംഗില് ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുമ്പോൾ തന്നെ ആ വർഷത്തെ ജനറൽ ആനുവൽ ബഡ്ജറ്റ് തയ്യാറാക്കേണ്ടതാണ്. അപ്പൊ ആ ബഡ്ജറ്റ് പ്രകാരം ഉള്ള എല്ലാ ആക്ടിവിറ്റീസുകളും കണ്ടിന്യൂ ചെയ്ത് നടത്തിയിട്ടുണ്ടോ എന്നുള്ളതെല്ലാം ഈ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗിൽ എന്ത് ചെയ്തിരിക്കണം? ഒരു അവലോകനം ചെയ്തിരിക്കണം. അപ്പൊ ഒരു ഇവാലുവേഷൻ ചെയ്ത് കഴിഞ്ഞാലും നെക്സ്റ്റ് ഇയറിലേക്ക് സൊസൈറ്റിയുടെ പെർഫോമൻസിന് വേണ്ടി അടുത്ത ഒരു പുതിയ ബഡ്ജറ്റിനെ തയ്യാറാക്കേണ്ടത്, അത് അപ്രൂവൽ ചെയ്യേണ്ടത്. ബഡ്ജറ്റ് തയ്യാറാക്കിയാൽ മാത്രം പോരാ, ബഡ്ജറ്റ് ഓരോന്നും ഡിസിഷൻ എടുക്കുമ്പോൾ അത് കമ്മിറ്റി മെമ്പേഴ്സ് എന്ത് ചെയ്തിരിക്കണം? അപ്രൂവ് ചെയ്തിരിക്കണം. അപ്പൊ അപ്രൂവൽ ചെയ്യുന്ന പ്രൊസീജിയർ ആണ് ആദ്യമായിട്ട് ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗിൽ എടുക്കേണ്ടത്. അനദർ വൺ പറയുന്നത് ഇലക്ഷൻ if any in the prescribed manner of members of the committee other than nominated members. അതായത് നമുക്ക് ഇലക്ഷൻ ചെയ്യണം അല്ലെ. അതായത് ഇലക്ഷൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിലവിലുള്ള കമ്മിറ്റി മെമ്പേഴ്സിന്റെ എക്സ്പയറി പീരീഡ് കഴിയുന്നതിന്റെ തൊട്ടു മുമ്പ് തന്നെ എന്ത് ചെയ്തിരിക്കണം? തൊട്ടു മുമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്, എക്സ്പയറി പീരീഡ് കഴിയുന്നതിന്റെ 60 ഡേയ്സിൽ മുമ്പായിട്ട് എന്ത് ചെയ്തിരിക്കണം? പുതിയ മെമ്പേഴ്സിനെ ഇലക്ട് ചെയ്യാനുള്ള തീരുമാനം ജനറൽ ബോഡി മീറ്റിംഗിൽ ഉണ്ടാക്കിയിരിക്കണം. അപ്പൊ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗിൽ ഇത്തരത്തിലുള്ള ഒരു ഡിസിഷൻ വരേണ്ടതാണ്. ഇനി ഇലക്ഷൻ കമ്മിറ്റി മെമ്പേഴ്സിനെ ഇലക്ട് ചെയ്യുന്നില്ല. ഇനി കമ്മിറ്റി മെമ്പേഴ്സിൽ ഏതെങ്കിലും പോസ്റ്റിലേക്ക് വരുന്ന ആളുകളെ മാത്രമേ നോമിനേറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നുള്ളൂ. ആ ബോർഡിലെ കംപ്ലീറ്റ് ആളുകൾക്ക് വേണ്ട ഇലക്ഷൻ ഇപ്പൊ ആവശ്യമില്ല. ഏതെങ്കിലും ഒരു പോസ്റ്റിലേക്ക് വരുന്ന ആളുകളുടെ എന്തെങ്കിലും ഡിസ്ക്വാളിഫിക്കേഷൻ വരുമോ, എക്സ്പെൽ വരികയോ അല്ലെങ്കിൽ അവരുടെ ഡിസീസ്ഡ് മെമ്പർ ആവുകയോ പാസ് എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ ഏതെങ്കിലും ഒരു നോമിനേഷൻ ചെയ്യേണ്ടതായിട്ട് വരുന്ന കേസുകളിലും ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗിൽ അതിനെ കുറിച്ചുള്ള ഡിസിഷൻ വരേണ്ടതാണ്. അതാണ് സെക്കൻഡ് പോയിന്റ്. ഇലക്ഷൻ ഇഫ് എനി ഇൻ ദ പ്രിസ്ക്രൈബ്ഡ് മാനർ ഓഫ് ദി മെമ്പേഴ്സ് ഓഫ് ദി കമ്മിറ്റി അതർ ദാൻ നോമിനേറ്റഡ് മെമ്പേഴ്സ്. നെക്സ്റ്റ്, consideration of the audited report and the report and follow up action of the committee thereon and on the annual report.
ഓഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓഡിറ്റ് റിപ്പോർട്ട് ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗില് ഓഡിറ്റർ തന്നെ വായിച്ച് കേൾപ്പിക്കേണ്ടതാണ്. അത് നിയമപ്രകാരം അങ്ങനെയാണ് ചെയ്യുന്നത്. അതായത് ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞാൽ വിതിൻ 6 monthsനകം ഓഡിറ്റ് ചെയ്തിരിക്കണം. സ്റ്റാറ്റ്യൂട്ടറി ആണ്, നിയമപ്രകാരം അത് ചെയ്തിരിക്കണം. അപ്പൊ ആ ചെയ്തിട്ടുള്ളതിന്റെ ഒരു റിപ്പോർട്ട് ആ ഓഡിറ്റർ തന്നെയാണ് എന്ത് ചെയ്യേണ്ടത്, ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗിൽ ചെയ്യേണ്ടത്. ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗിൽ വെച്ചുകൊണ്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, നെക്സ്റ്റ് ഇയറിലേക്ക് ആവശ്യമായിട്ട് വരുന്ന ഓഡിറ്റേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. ഇനി ഈ ഓഡിറ്ററിനെ തന്നെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അയാളെ തന്നെ എന്ത് ചെയ്യാം, റീ അപ്പോയിന്റ് ചെയ്യാം. പക്ഷെ ഓഡിറ്റുമായി റിലേറ്റഡ് ആയിട്ട് വരുന്ന റിപ്പോർട്ട്സുകൾ വായിക്കുകയും ഇനി അതിൽ എന്തെങ്കിലും തരത്തിലുള്ള ആക്ഷൻസുകൾ ആവശ്യമായി വരുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു ഡിസിഷൻസുകൾ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗിൽ ഉണ്ടായിരിക്കണം. അപ്പൊ ഫസ്റ്റ് കേസ് പറയുന്നത് ബഡ്ജറ്റ് ആണ്, സെക്കൻഡ് കേസ് പറയുന്നത് ഇലക്ഷൻ ആണ്, തേർഡ് പോയിന്റ് പറയുന്നത് ഓഡിറ്റ് റിപ്പോർട്ടിനെ കുറിച്ചാണ്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ഓഡിറ്റുമായി റിലേറ്റഡ് ആയിട്ട് വരുന്ന സ്പെഷ്യൽ ഡിസ്കഷൻസുകൾക്ക് വരേണ്ടത് എന്നുള്ളത് പറയുന്നു. പോയിന്റ് 1 പറയുന്നത് റിവ്യൂ ഓഫ് ഓപ്പറേഷണൽ ഡെഫിസിറ്റ് ഓർ ലോസ്, ദെൻ ഇഫ് എനി ദ പ്രോഗ്രാം ടു റെഡ്യൂസ് സച്ച് ഡെഫിസിറ്റ്. അതായത് സൊസൈറ്റിയുടെ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കിയപ്പോ അതുപോലെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതിന്റെ ബേസിൽ ഒന്നുകിൽ പ്രോഫിറ്റ് ആവാം അല്ലെങ്കിൽ ലോസ് ആകാം. ലോസ് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ഡെഫിസിറ്റ് ആണ് എന്നുണ്ടെങ്കിൽ സൊസൈറ്റിയുടെ പ്രോഗ്രാംസുകൾ എങ്ങനെയാണ് കുറേയും കൂടെ പ്രൊമോഷണൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസുകളും ഡെവലപ്മെന്റൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസുകളും സൊസൈറ്റിയെ ഒന്നും കൂടെ ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ട് എന്തെല്ലാം പ്രോഗ്രാംസുകൾ ഇംപ്ലിമെന്റ് ചെയ്യണം. അതിലൊരു തീരുമാനം എവിടെ കൊണ്ടുവരണം, ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗിൽ കൊണ്ടുവരണം. Another point, approval of the program activities of the society prepared by the committee for the ensuing years. അപ്പോ ബഡ്ജറ്റിന് പുറമെ ഈ ഓഡിറ്റ് റിപ്പോർട്ട് വായിച്ചതിന്റെ ബേസില്, ഓഡിറ്റ് റിപ്പോർട്ടിന്റെ ബേസില് വരും വർഷങ്ങളിൽ സൊസൈറ്റിയുടെ പ്രോഗ്രാമുകൾ, പുതിയ പ്രൊമോഷണൽ ആയിട്ടുള്ള സ്ട്രാറ്റജീസുകളും ഓപ്പറേഷണൽ സ്ട്രാറ്റജീസുകളും ഒക്കെ വെച്ചുകൊണ്ട് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാം അതിനെ കുറിച്ചുള്ള ഒരു ഡിസിഷൻ കൊണ്ടുവരേണ്ടതാണ്. Another one, review of annual report and accounts of any subsidiary organization if any. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, പാർട്ട്ണർഷിപ്പ് ഫേം ആയിട്ട് സൊസൈറ്റിക്ക് ചെയ്യാം, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം, അതർ സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻസുകളൊക്കെ കൊണ്ടുവരാം. അങ്ങനെ കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ അവരുടെ അസറ്റ്സുകളോ മറ്റു ഷെയറുകളൊന്നും സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് ചെയ്യരുത്, ട്രാൻസ്ഫർ ചെയ്യരുത്. പക്ഷേ അവരുടെ ഓഡിറ്റ് ചെയ്തതിന്റെ റിപ്പോർട്ട് എവിടെ വായിക്കണം, മെയിൻ ആയിട്ടുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗിൽ റീഡ് ചെയ്യണം, സബ്മിറ്റ് ചെയ്യണം എന്നുള്ളത് നമ്മൾ പഠിച്ചതാണ് ആ റൂൾ പ്രകാരം സബ്സിഡിയറി ഓർഗനൈസേഷന്റെ ഓഡിറ്റ് റിപ്പോർട്ട് ഇവിടെ വായിക്കുകയും അതിനെക്കുറിച്ചുള്ള ഒരു ഡിസിഷൻസുകൾ കൊണ്ടുവരികയും ചെയ്യണം. നെക്സ്റ്റ് അതിനെക്കുറിച്ചുള്ള റിവ്യൂ ആണ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് അമെന്റ്മെന്റ് ഓഫ് ദി ബൈലോ, അതായത് ബൈലോ അമെന്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞതായിരിക്കാം അല്ലെങ്കിൽ അമെന്റ്മെന്റ് ചെയ്യാനുള്ളതായിരിക്കാം. അങ്ങനെയുള്ള ഡിസിഷൻസുകളൊക്കെ വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻസുകളൊക്കെയാണ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. അത്തരത്തിലുള്ള മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിസിഷൻസുകളും എവിടെ കൊണ്ടുവരാം, ആനുവൽ ജനറൽ മീറ്റിംഗിൽ കൊണ്ടുവരാം. അടുത്ത പോയിന്റ് പറഞ്ഞത് ഡിക്ലറേഷൻ റിഗാർഡിംഗ് ദ ഡേറ്റ് ഓഫ് ഹോൾഡിംഗ് ഓഫ് ഇറ്റ്സ് ജനറൽ ബോഡി മീറ്റിംഗ് ആൻഡ് കണ്ടക്ട് ഓഫ് ദ ഇലക്ഷൻ വെൻ ഡ്യൂ. അതായത് ഏതൊക്കെ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗിൽ തന്നെ അടുത്ത ഒരു വർഷത്തേക്ക് വേണ്ടിയുള്ള പ്രോഗ്രാമുകളൊക്കെ എന്ത് ചെയ്യണം, ചാർട്ട് ഔട്ട് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ ആ പ്രോഗ്രാമുകൾ ചാർട്ട് ഔട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഓരോ ജനറൽ ബോഡി മീറ്റിങ്ങുകളും ഏതൊക്കെ ഡേറ്റിലാണ് കൺവീൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഏതെങ്കിലും ഇലക്ഷൻ ഡ്യൂ വന്നിട്ടുണ്ടെങ്കിൽ അതെന്ന് നടത്താം. അങ്ങനെയുള്ള തീരുമാനങ്ങളും ആനുവൽ ജനറൽ മീറ്റിംഗിൽ കൊണ്ടുവരേണ്ടതാണ്. Next, any other information required by the registrar in persons of the provisions of the act. അതായത് നമ്മുടെ സൊസൈറ്റിയുടെ ബൈലോ അല്ലെങ്കിൽ സൊസൈറ്റിയുടെ ഒബ്ജക്ട്, സൊസൈറ്റിയുടെ സൗണ്ട് ബിസിനസ്, ഇതും ഒക്കെ അനുസരിച്ചുകൊണ്ട് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ കോർഡിനേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനങ്ങൾ മറ്റേതെങ്കിലും തരത്തില് ചെയ്യാതിരിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻ ഒക്കെ ആരാവശ്യപ്പെടാം, രജിസ്ട്രാർ ആവശ്യപ്പെടാം. അപ്പൊ രജിസ്ട്രാർ റിക്വയർ ചെയ്തിട്ടുള്ള ഏതെങ്കിലും അതർ റീസൺസുകളോ ഇൻഫർമേഷനോ ഉണ്ടെങ്കിൽ അതും ഈ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗിൽ ഡിസ്കസ് ചെയ്യേണ്ടതാണ്. അനദർ പോയിന്റ് പറയുന്നത് ഡിസ്പോസൽ ഓഫ് ദി നെറ്റ് പ്രോഫിറ്റ് ആണ്. നെറ്റ് പ്രോഫിറ്റുമായി റിലേറ്റഡ് ആയിട്ട് എങ്ങനെയാണ്
സൊസൈറ്റിയുടെ നെറ്റ് പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്കറിയാം അല്ലെ. പ്രോഫിറ്റിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള പ്രൊവിഷൻസുകളൊക്കെ നമ്മൾ പഠിച്ചതാണ്. അതിന്റെ റിക്വയർഡ് ആയിട്ടുള്ള എമൗണ്ട് എത്രയാണ് റിസർവിലേക്ക് മാറ്റേണ്ടത്, ജനറൽ റിസർവിലേക്ക് മാറ്റേണ്ടത്, എത്ര പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം ഷെയർ ഹോൾഡേഴ്സിനിടയിൽ അല്ലെങ്കിൽ മെമ്പേഴ്സിനിടയിൽ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ള റൂളുകളൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പൊ അങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ആ ഡിസ്പോസൽ എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു ഡിസിഷൻ കൊണ്ടുവരേണ്ടതാണ്. Another point, the registrar or any other person deputed by him shall have the right to attend the committee or general body meeting of any society. ചില സ്പെഷ്യൽ കേസുകളിൽ ജനറൽ ബോഡി മീറ്റിംഗ് കൺവീൻ ചെയ്യുമ്പോൾ അവിടെ ഒന്നുകിൽ രജിസ്ട്രാറോ അല്ലെങ്കിൽ രജിസ്ട്രാർ റെപ്യൂട്ട് ചെയ്യുന്ന ഓതറൈസ്ഡ് ആയിട്ടുള്ള വ്യക്തികളോ ഉണ്ടായിരിക്കണം. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കണം, ഈ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗിൽ അത് അറ്റൻഡ് ചെയ്തിരിക്കണം. Okay. Next, another point, where the board of cooperative society failed to convene annual general meeting within the period, the registrar or the person authorized by him shall be competent to convene such annual general meeting within a period of 90 days from the date of the expiry of the said period. നമ്മൾ നേരത്തെ പറഞ്ഞു ആനുവൽ ജനറൽ മീറ്റിംഗ് കൺവീൻ ചെയ്യേണ്ടത് ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞ് നെക്സ്റ്റ് 6 monthsനുള്ളിലാണ്. അപ്പൊ ആ 6 monthsനുള്ളിൽ ഈ പറയുന്ന ആനുവൽ ജനറൽ മീറ്റിംഗ് കൺവീൻ ചെയ്യുന്നതില് ഡ്യൂ വരുത്തുകയാണെങ്കിൽ, ഫെയിലർ ആകുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തിരിക്കണം, ഒന്നുകിൽ രജിസ്ട്രാർക്കോ അല്ലെങ്കിൽ രജിസ്ട്രാർ അപ്പോയിന്റ് ചെയ്യുന്ന ഏതെങ്കിലും വ്യക്തികൾക്കോ എന്ത് ചെയ്യാം, ഈ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് കൺവീൻ ചെയ്യാവുന്നതാണ്. അപ്പൊ എന്നാണ് കൺവീൻ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അതായത് ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് കൺവീൻ ചെയ്യാനുള്ള ഡേറ്റ് 6 months ആണ്. ആ 6 months കഴിയുന്നതിന്റെ, ആ എക്സ്പയറി പീരീഡ് കഴിയുന്നതിന്റെ 90 ഡേയ്സിനുള്ളിൽ എന്ത് ചെയ്തിരിക്കണം, ഈ ഫെയിലിയർ ആയിട്ടുള്ള ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് കൺവീൻ ചെയ്തിരിക്കണം. അതായത് ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് കൺവീൻ ചെയ്യുന്നതിന്റെ മെയിൻ പർപ്പസ് ഒക്കെ നമ്മളിവിടെ പറഞ്ഞു അല്ലെ. ഓഡിറ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ, ബഡ്ജറ്റ് ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പൊ ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞ ഉടനെ തന്നെയാണ് ഈ ആക്ച്വലി ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് കൺവീൻ ചെയ്യേണ്ടത്. അപ്പൊ ആ ടൈമിനുള്ളിൽ കൺവീൻ ചെയ്യാതിരിക്കുന്നത് തന്നെ വലിയൊരു ഒഫൻസ് ആണ്. നമ്മൾ ആ ഒഫൻസിന്റെ പോയിന്റിൽ അതൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ ഒന്നുകിൽ രജിസ്ട്രാർക്കോ അല്ലെങ്കിൽ ഓതറൈസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസിനോ കൺവീൻ ചെയ്യാം. അപ്പൊ അങ്ങനെ കൺവീൻ ചെയ്യേണ്ട ഡേറ്റ് ആണ് പറയുന്നത്. ഈ എക്സ്പയറി പീരീഡ് കഴിയുന്നതിന്റെ 90 ഡേയ്സിനുള്ളിലായിരിക്കണം ഈ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് ഫെയിലിയർ ആയിട്ടുള്ള മീറ്റിംഗ് കൺവീൻ ചെയ്യേണ്ടത്. ലാസ്റ്റ് പോയിന്റ് പറയുന്നത്, the person or persons who were responsible for not convening the annual general meeting within the stipulated period shall be disqualified for 1 term for being elected as committee members and to continue as member of the society. അതായത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനാണ് അല്ലെങ്കിൽ സൊസൈറ്റിയുടെ കമ്മിറ്റിക്കാണ് ആക്ച്വലി ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് കൺവീൻ ചെയ്യാനും ജനറൽ ബോഡി മീറ്റിംഗ് കൺവീൻ ചെയ്യാനുള്ള റൈറ്റ് ഉള്ളത്. അതിലുള്ള റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സൺ, അവരത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ 21 മെമ്പർമാർ വേണമെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. മറ്റുള്ള പ്രൈമറി സൊസൈറ്റികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ 15 പേര്, മറ്റുള്ള സൊസൈറ്റികളാണെങ്കിൽ 21 പേരൊക്കെ ഉണ്ടായിരിക്കണം. അപ്പൊ അതിൽ ഓരോ വ്യക്തികൾക്കും ഇങ്ങനെയുള്ള ഡ്യൂട്ടീസുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഡെലിഗേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ ആ ഡ്യൂട്ടീസുകളില് ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് കൺവീൻ ചെയ്യേണ്ട ഡ്യൂട്ടി ഉള്ള വ്യക്തിയോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസോ ഇത്തരത്തിലുള്ള ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് കൺവീൻ ചെയ്യുന്നതിൽ ഫെയിലിയർ ആയിക്കഴിഞ്ഞാൽ അയാളെ ഡിസ്ക്വാളിഫൈഡ് ആയിട്ടാണ് പ്രഖ്യാപിക്കുക. അപ്പൊ അയാൾ ഇനി സൊസൈറ്റിയിൽ മെമ്പറും അല്ല, ഈ കമ്മിറ്റി മെമ്പറിൽ നിന്നും ഡിസ്ക്വാളിഫൈഡ് ആയി മാറും. അപ്പൊ എത്ര പീരീഡിലേക്കാണ് ഡിസ്ക്വാളിഫൈഡ് ആകുക എന്നുള്ളതാണ് പറയുന്നത്. 1 വർഷത്തേക്ക് അയാൾക്ക് പിന്നീട് മെമ്പർ ആകാനോ ഇലക്ഷന് നിൽക്കാനോ സാധിക്കില്ല. അത്രയും പീരീഡിലേക്ക് അയാൾ ആരായി മാറും, ഡിസ്ക്വാളിഫൈഡ് ആയിട്ട് മാറും. അതാണ് ലാസ്റ്റ് പോയിന്റ് പറഞ്ഞത്. ദ പേഴ്സൺ ഹൂ ഓർ പേഴ്സൺസ് ആർ റെസ്പോൺസിബിൾ ഫോർ നോട്ട് കൺവീനിങ് ദ ആനുവൽ ജനറൽ മീറ്റിംഗ് within the stipulated period shall be disqualified for 1 year and for being elected as committee member and to continue become of the society. സൊസൈറ്റിയിൽ ഇങ്ങനെ
ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് കൺവീൻ ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തി ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അയാൾ മെമ്പറല്ല, കമ്മിറ്റി മെമ്പറായിട്ട് ഇനി തുടരാനായിട്ട് അനുവദിക്കുന്നില്ല. ആ ഒരു ഡിസ്ക്വാളിഫിക്കേഷൻ മുഖേന നെക്സ്റ്റ് ഇയർ, ഒരു വർഷത്തിനുള്ളിൽ അയാൾക്ക് ഈ മെമ്പർഷിപ്പിൽ നിന്നും അയാൾ റിമൂവ് ചെയ്യും. അതുപോലെ തന്നെ കമ്മിറ്റി മെമ്പറായിട്ട് ഇലക്ട് ചെയ്യാനും അനുവദിക്കുകയും ഇല്ല. ഇത്രയും പോയിന്റ്സുകൾ ആനുവൽ ജനറൽ മീറ്റിംഗുമായി റിലേറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ ആനുവൽ ജനറൽ മീറ്റിംഗിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ആനുവൽ ജനറൽ മീറ്റിംഗിൽ എന്തെല്ലാം ഡിസ്കഷൻസുകളാണ് കൊണ്ടുവരേണ്ടത് എന്നുള്ളതും ഓഡിറ്റ് റിപ്പോർട്ടുമായി റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരു ഡിസ്കഷനിൽ എന്തെല്ലാം പോയിന്റ്സുകൾ കൊണ്ടുവരണം എന്നുള്ളതും. അതായത് പ്രോഫിറ്റ് ഓർ ലോസ് ഉണ്ടെങ്കിൽ ആ ലോസ് എന്ന് പറയുന്നത് എന്തുകൊണ്ട് വന്നു, അതിന്റെ ഒരു ഇവാലുവേഷൻ അല്ലെങ്കിൽ റിവ്യൂ കണ്ടക്ട് ചെയ്തിരിക്കണം. സബ്സിഡിയറി സൊസൈറ്റീസുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽസ് ഡിസ്കഷൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ നെക്സ്റ്റ് ഇയറിലേക്ക് വരുന്ന പ്രോഗ്രാംസുകളെ കോർഡിനേറ്റ് ചെയ്യുന്നതും അതിനു വേണ്ടിയിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള സ്കീംസുകൾ അറേഞ്ച് ചെയ്യേണ്ടതും സൊസൈറ്റിയുടെ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗിലാണ്. അതുപോലെ തന്നെ ഇലക്ഷൻ ഡ്യൂ വരികയാണെന്നുണ്ടെങ്കിൽ അതുമായി റിലേറ്റഡ് ആയിട്ട് വരുന്ന നെക്സ്റ്റ് ഡേറ്റ് തീരുമാനിക്കാൻ ജനറൽ ബോഡി മീറ്റിംഗ് കൺവീൻ ചെയ്യുന്ന ഡേറ്റുകൾ അതൊക്കെ ഈ പറയുന്ന മീറ്റിംഗിൽ തന്നെയാണ് കൊണ്ടുവരേണ്ടത്. ഇനി രജിസ്ട്രാർ റിക്വയർ ചെയ്യുന്ന സ്പെഷ്യൽ ആയിട്ടുള്ള മാറ്റേഴ്സുകൾ ഉണ്ടായിരിക്കാം. അതായത് ഈ ഓഡിറ്റ് റിപ്പോർട്ട് ആർക്കും കൂടെ പ്രൊവൈഡ് ചെയ്യണം, രജിസ്ട്രാർക്ക് നൽകണം. അപ്പൊ രജിസ്ട്രാറുടെ എക്സാമിനേഷനിൽ ഈ ഓഡിറ്റുമായി റിലേറ്റഡ് ആയിട്ടുള്ള ബുക്സ് ഓഫ് അക്കൗണ്ടുകളിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒപ്പീനിയൻസുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഡിസിഷൻസും ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗിൽ ഡിസ്കഷനായിട്ട് വരേണ്ടതാണ്. ഇനി നെറ്റ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് മറ്റുള്ള ബൈലോയിൽ പറയുന്ന ബൈലോ പ്രകാരം ഡിസ്കസ് ചെയ്യേണ്ട ടോപ്പിക്സുകൾ ഏതൊക്കെയുണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം ഈ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗിൽ ഡിസ്കസ് ചെയ്യണം. അപ്പൊ അത്രയും പോയിന്റ് പറഞ്ഞു. നെക്സ്റ്റ് പറഞ്ഞത് സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് ആണ്. സെക്ഷൻ 30 റൂൾ 36. സെക്ഷൻ 30 പറയുന്നത് സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് കൺവീൻ ചെയ്യേണ്ടത് എപ്പോഴാണ് എന്നുള്ളതാണ്. എല്ലാ കേസുകളിലും റെഗുലർ ആയിട്ട് വരുന്ന ഓർഡിനറി ജനറൽ മീറ്റിംഗ് വിളിച്ചു ചേർത്തുകൊണ്ട് ഡിസിഷൻസുകൾ എടുക്കാവുന്നതാണ്. പക്ഷെ ചില കേസുകളിൽ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് കൺവീൻ ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ കൺവീൻ ചെയ്തിട്ടുണ്ട്, സ്പെഷ്യലായിട്ട് കൺവീൻ ചെയ്യുന്നു എന്ന് പറയുന്ന ഇൻഫോർമേഷൻ ആർക്ക് നൽകിയിരിക്കണം, മെമ്പേഴ്സ് നൽകിയിരിക്കണം. ആ ഒരു റെസൊല്യൂഷൻ എടുത്തുകൊണ്ട് മാത്രമേ അതിനുവേണ്ട തീരുമാനങ്ങൾ അല്ലെങ്കിൽ ഒരു വോട്ടിംഗ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു പുതിയ റൂൾ കൊണ്ടുവരാനോ പാടുള്ളൂ. അപ്പൊ ഏതെല്ലാം സിറ്റുവേഷൻസുകളിൽ സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് കൺവീൻ ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. ദ കമ്മിറ്റി ഓഫ് ദി സൊസൈറ്റി ഷാൽ കോൾ ഫോർ സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് within 1 month from the date of the receipt of requisition either from the registrar or from the 1/5 of the members. ഒന്നുകിൽ രജിസ്ട്രാർ ആവശ്യപ്പെടുന്ന പക്ഷം അല്ലെങ്കിൽ മെമ്പേഴ്സിന്റെ ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സിൽ 1/5 ആയിട്ടുള്ള മെമ്പേഴ്സ് ഒരു സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് കൺവീൻ ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ ആ ഒരു റിക്വസ്റ്റ് കിട്ടി 1 മന്തിനകം കമ്മിറ്റി എന്ത് ചെയ്തിരിക്കണം, സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചിരിക്കണം. ഇപ്പൊ നമ്മുടെ ഈ രജിസ്ട്രാർ ഈ സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് കൺവീൻ ചെയ്യാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ഒരുപാട് സിറ്റുവേഷൻസുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓഡിറ്റ് റിപ്പോർട്ടിന്റെ ബേസിൽ അല്ലെങ്കിൽ എൻക്വയറി, ഇൻസ്പെക്ഷൻ അങ്ങനെയുള്ള കേസുകളിൽ മറ്റേതെങ്കിലും സൊസൈറ്റിയുടെ കമ്മിറ്റി മെമ്പേഴ്സിനെ സൂപ്പർ സെഷൻ ചെയ്യാനുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന കേസുകളിൽ, അതുപോലെ തന്നെ സൊസൈറ്റിയുടെ ബൈലോയില് ലാബിലിറ്റി അമെന്റ്മെന്റ് ചെയ്യുന്ന കേസുകളിൽ, ബൈലോ ചേഞ്ച് ചെയ്യുന്ന അതിന്റെ പ്രൊവിഷൻസുകളിൽ എന്തെങ്കിലും ചേഞ്ചസുകൾ വരുന്ന കേസുകളിലൊക്കെ എന്ത് ചെയ്യാവുന്നതാണ്, മീറ്റിംഗ് കൺവീൻ ചെയ്യുമ്പോൾ അത് സ്പെഷ്യൽ പർപ്പസിനാണെന്ന് പറഞ്ഞുകൊണ്ടാണ് മീറ്റിംഗ് വിളിക്കുന്നത്. അപ്പൊ ഇവിടെ ഒന്നുകിൽ രജിസ്ട്രാർ ആവശ്യപ്പെടാം, അല്ലെങ്കിൽ ടോട്ടൽ മെമ്പേഴ്സിന്റെ 1/5 മെമ്പേഴ്സ് റിക്വസ്റ്റ് ചെയ്യുന്ന പക്ഷം സ്പെഷ്യൽ മീറ്റിംഗ് കൺവീൻ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് ദ രജിസ്ട്രാർ ഓർ എനി ഓതറൈസ്ഡ് ബൈ ഹിം ഷാൽ കോൾ എ സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് ഓഫ് എ സൊസൈറ്റി. ഇപ്പൊ കമ്മിറ്റിക്ക് നമ്മൾ പറഞ്ഞു മാനേജിംഗ് കമ്മിറ്റി കൺവീൻ ചെയ്യാം ആരുടെ റിക്വസ്റ്റ് പ്രകാരം, ഒന്നുകിൽ രജിസ്ട്രാറുടെ റിക്വസ്റ്റ് പ്രകാരം അല്ലെങ്കിൽ 1/5 മെമ്പേഴ്സ് ആവശ്യപ്പെടുന്ന പക്ഷം. അല്ലാത്ത കേസുകളിലും കമ്മിറ്റി അല്ലാതെ, മാനേജിംഗ് കമ്മിറ്റി അല്ലാതെ ഒന്നുകിൽ രജിസ്ട്രാർക്കോ അല്ലെങ്കിൽ രജിസ്ട്രാർ പ്രപ്പോസ് ചെയ്ത ഓതറൈസ് ചെയ്യുന്ന വ്യക്തികൾക്കോ സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് കൺവീൻ ചെയ്യാവുന്നതാണ്.
Another point, nominees of government on committees of an apex or central society. അതായത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയില് ഒന്നുകിൽ സെൻട്രൽ സൊസൈറ്റി അല്ലെങ്കിൽ അപ്പക്സ് സൊസൈറ്റിയില് ഗവൺമെന്റ് നോമിനീസിനെ അപ്പോയിന്റ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അപ്പൊ ആരൊക്കെയാണ് ഗവൺമെന്റ് നോമിനീസുകളായിട്ട് അപ്പോയിന്റ് ചെയ്യേണ്ടത് എന്ന് പറയുന്ന റൂളാണ്, ഒരു പ്രൊവിഷനാണ് പറയുന്നത് സെക്ഷൻ 31. സെക്ഷൻ 31 പ്രകാരം ഗവൺമെന്റിന് സൊസൈറ്റിയിലെ മാനേജിംഗ് കമ്മിറ്റിയില് എത്ര വ്യക്തികളാണ് നോമിനേറ്റ് ചെയ്യണത് പറയുന്ന റൂളുകളുണ്ട്. അതാണ് സെക്ഷൻ ഇതിൽ പറയുന്നത്. ദ ഗവൺമെന്റ് ഓർ എനി അതർ അതോറിറ്റി ഷാൽ ഹാവ് ദ പവർ ടു നോമിനേറ്റ് not more than 2 persons to the committee in an of an assisted then apex or central society. അതായത് രണ്ടിൽ കൂടാത്ത മെമ്പേഴ്സിനെ നോമിനിയായിട്ട് ഗവൺമെന്റിനോ അല്ലെങ്കിൽ ഗവൺമെന്റ് ഓതറൈസ് ചെയ്യുന്ന വ്യക്തികൾക്കോ അപ്പെക്സ് സൊസൈറ്റിയിൽ സെൻട്രൽ സൊസൈറ്റിയിൽ അപ്പോയിന്റ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ അപ്പോയിന്റ് ചെയ്തിട്ടുള്ള നോമിനേറ്റഡ് മെമ്പർമാരാണെന്നുണ്ടെങ്കിൽ ആ നോമിനേറ്റ് ചെയ്തിട്ടുള്ള വ്യക്തികളെ എന്തിനു വേണ്ടിയാണ് നോമിനേറ്റ് ചെയ്യുന്നത്? അതായത് മാനേജിംഗ് കമ്മിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഫഷണലി മാനേജ്ഡ് ആയിട്ടുള്ള കമ്മിറ്റി ആയിരിക്കണം അല്ലെ, എന്നെങ്കിലാണ് സൊസൈറ്റിയുടെ മൂവ്മെന്റില് ആ പ്രിൻസിപ്പിൾസില് ഈ പറയുന്ന പ്രൊഫഷണലി മാനേജ്മെന്റ് സിസ്റ്റം, വളണ്ടറി ഫോർമേഷൻ ഓഫ് മെമ്പേഴ്സ്, ദെൻ ഡെമോക്രാറ്റിക് മാനേജ്മെന്റ് കൺട്രോൾ എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ വളണ്ടറി ഇങ്ങനെയുള്ള മെമ്പേഴ്സിനെ ആ സൊസൈറ്റിയുടെ ഒരു പ്രൊമോഷണൽ ആക്ടിവിറ്റി ഒക്കെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഈ ഗവൺമെന്റ് നോമിനേറ്റ് ചെയ്യുന്ന ആളുകള് സ്പെസിഫിക് ആയിട്ടുള്ള പല ഫീൽഡുകളിലും എന്തായിട്ടുള്ളതായിരിക്കും, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കും. ഇപ്പൊ ബാങ്കിങ്, ഫിനാൻസ് അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മാനേജ്മെന്റുമായി റിലേറ്റഡ് ആയിട്ട് വരുന്ന സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള വ്യക്തികളാണ് ഇവർ. അപ്പൊ ഈ സൊസൈറ്റിയുടെ പ്രൊമോഷന് വേണ്ടിയാണ് അവരെ അപ്പോയിന്റ് ചെയ്യുന്നത്. പക്ഷെ അവർക്ക് എന്തിനൊക്കെയുള്ള ചില കേസുകളിൽ അവർക്ക് ഇലക്ഷൻ എടുക്കാൻ, വോട്ടിംഗ് ചെയ്യാനോ അവരെ ഇലക്ട് ചെയ്യാനോ ഉള്ള റൈറ്റ് ഇല്ല. അതായത് മാനേജിംഗ് കമ്മിറ്റിയില് പ്രസിഡന്റ് ആവാനോ വൈസ് പ്രസിഡന്റ് ആവാനോ ചെയർമാൻ ആകാനോ ഉള്ള റൈറ്റ് ഇല്ല. അത്തരത്തിലുള്ള ഇലക്ഷന് വേണ്ടി ഇലക്ട് ചെയ്യാനും റൈറ്റ് ഇല്ല, വോട്ട് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ പോയിന്റ് ആണ് പറയുന്നത്, പേഴ്സൺ so nominated shall not be eligible to hold office of the president, chairman or vice president, vice chairman of the apex or central society, nor will be eligible for being sent as delegate of apex or central society. അപ്പെക്സ് ഓർ സെൻട്രൽ സൊസൈറ്റിയിൽ ഇവർക്ക് ഇങ്ങനെയുള്ള പോസ്റ്റുകളിലേക്ക് മത്സരിക്കാനും പറ്റില്ല, അവരെ ഡെലിഗേറ്റ് ചെയ്യാനും പാടുള്ളതല്ല. നെക്സ്റ്റ് പോയിന്റ് പറയുന്നത്, എ പേഴ്സൺ സോ നോമിനേറ്റ് ഷാൽ നോട്ട് ടേക്ക് പാർട്ട് in the discussion of any non-confidence motion or vote of any such motion. അതായത് ചില കേസുകളിലൊക്കെ എന്തെങ്കിലും ഇഷ്യൂസുകളൊക്കെ വരുമ്പോ മാനേജിംഗ് കമ്മിറ്റിക്കെതിരെ ചില വ്യക്തികൾ എന്ത് ചെയ്യാം, അവിശ്വാസ പ്രമേയങ്ങളൊക്കെ കൊണ്ടുവരാം. ദാറ്റ് ഈസ് ദ നോൺ കോൺഫിഡൻസ് മോഷൻ. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാല് അതില് ഭൂരിപക്ഷ അഭിപ്രായത്തിനനുസരിച്ച് കൊണ്ടാണ് തീരുമാനങ്ങൾ കൈക്കൊള്ളുക. അപ്പൊ ആ ഒരു അവിശ്വാസ പ്രമേയത്തിന് വേണ്ടി വോട്ട് ചെയ്യാനുള്ള റൈറ്റ്, അതിൽ ആ ഇലക്ഷന് പങ്കെടുക്കാനുള്ള റൈറ്റും ഈ നോമിനേറ്റഡ് ആയിട്ടുള്ള പേഴ്സൺസിന് ഇല്ല. നോമിനേറ്റ് ചെയ്യാം നോട്ട് മോർ ദാൻ 2 മെമ്പേഴ്സിന്റെ മാനേജിംഗ് കമ്മിറ്റിയിൽ, പക്ഷെ അവർക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ വരാനുള്ള റൈറ്റ് ഇല്ല. നെക്സ്റ്റ് പറയുന്നത് സൂപ്പർ സെഷൻ ഓഫ് ദി കമ്മിറ്റി, സെക്ഷൻ 32 ആണ് പറയുന്നത്. എങ്ങനെയുള്ള സിറ്റുവേഷൻസുകളിലാണ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം ഒരു കമ്മിറ്റിയെ, മാനേജിംഗ് കമ്മിറ്റിയെ സൂപ്പർസീഡ് ചെയ്യാനുള്ള റൈറ്റ്. അതിന് സ്പെസിഫിക് ആയിട്ടുള്ള പല പോയിന്റ്സുകളും പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ പറയുന്നത്, ഇഫ് ദ രജിസ്ട്രാർ ഓർ ആഫ്റ്റർ ആൻ എൻക്വയറി ബൈ ഹിംസെൽഫ് ഓർ ത്രൂ സബോർഡിനേറ്റ്സ്, അതായത് രജിസ്ട്രാർക്ക് നേരിട്ടോ അല്ലെങ്കിൽ രജിസ്ട്രാർ അപ്പോയിന്റ് ചെയ്തിട്ടുള്ള മറ്റേതെങ്കിലും വ്യക്തികൾ മുഖേന സൊസൈറ്റി എൻക്വയറി ചെയ്തു. അപ്പൊ എൻക്വയറി ചെയ്തതിന്റെ ഭാഗമായിട്ട് അവർക്ക് ബോധ്യമാകുകയാണ് സൊസൈറ്റിയിലെ കമ്മിറ്റി മെമ്പേഴ്സിനെ സൂപ്പർസീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ സൂപ്പർസീഡ് ചെയ്യാം. ഓർ ഓൺ ദി റിപ്പോർട്ട് ഓഫ് ദി ഫിനാൻസിംഗ് ബാങ്കിന്റെ റിപ്പോർട്ട് പ്രകാരം, അതായത് പല മേഖലകളിൽ നിന്നും അവർ സോഴ്സ് ആയിട്ട് ക്യാപിറ്റല്
അതർ സോഴ്സുകളായിട്ട് ഫിനാൻസ് ബാങ്കുകളിൽ നിന്ന് എടുത്തിട്ടുണ്ട്, അതിൽ റീപേയ്മെന്റ് ചെയ്യാതിരിക്കുകയോ ഡീഫോൾട്ട് വരികയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫിനാൻസിംഗ് ബാങ്ക് റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാലും സൂപ്പർസീഡ് ചെയ്യാം. ഓർ ദ വിജിലൻസ് ഓർ ആന്റി കറപ്ഷൻ ബ്യൂറോ, അത് വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ്, അത് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ തന്നെ വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യാല്, ഗവൺമെന്റ് വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ്, ആന്റി കറപ്ഷൻ അഴിമതിക്ക് വേണ്ടി അന്വേഷണം നടത്തുന്ന ബ്യൂറോകള് അവരുടെ അഭിപ്രായ പ്രകാരം, അല്ലെങ്കിൽ ഗവൺമെന്റ് അല്ലെങ്കിൽ വിജിലൻസ് ഓഫീസർ, അങ്ങനെയുള്ള ആളുകൾക്ക് സൊസൈറ്റിയുടെ ഈ മെമ്പേഴ്സിനെ, കമ്മിറ്റി മെമ്പേഴ്സിനെ സൂപ്പർസീഡ് ചെയ്യുന്നതാണ് താല്പര്യം എന്ന് തോന്നുന്ന പക്ഷം എന്ത് ചെയ്യാവുന്നതാണ്, സൂപ്പർസീഡ് ചെയ്യാവുന്നതാണ്. അപ്പൊ എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടായിരിക്കാം ഇവരെ സൂപ്പർസീഡ് ചെയ്യുന്നത്? ഇപ്പൊ എൻക്വയറി ചെയ്തപ്പോ എന്താ കണ്ടിട്ടുണ്ടായിരിക്കുക, അല്ലെങ്കിൽ വിജിലൻസ് ഓഫീസർമാരുടെ അല്ലെങ്കിൽ ആന്റി കറപ്ഷൻ ബ്യൂറോയുടെ ഒക്കെ അഭിപ്രായങ്ങൾ എന്തായിരിക്കാം? അപ്പൊ ആ ചില സ്പെഷ്യൽ ആയിട്ടുള്ള കോസസ് കൊണ്ടാണ് സൂപ്പർസീഡ് ചെയ്യുന്നത്. അപ്പൊ ആ കോസുകൾ ഏതൊക്കെയാന്നുള്ളത് സാധാരണ സംഭവിക്കുന്ന കോസുകളാണ് പറയുന്നത്. പെർസിസ്റ്റന്റ്ലി മേക്സ് default or in negligence in the performance of duties imposed by the act or the rules by the rules or bylaws, or does anything which is prejudicial to the interest of the society. സൊസൈറ്റിയുടെ ആക്ട്, റൂള്, ബൈലോ ഇതിൽ പറയുന്നതിന് പ്രകാരം അല്ലാതെ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും ഡീഫോൾട്ട് വരുത്തുകയോ നെഗ്ലിജന്റ് ആയിട്ട് അശ്രദ്ധയോടുകൂടെ പ്രവർത്തിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ആ കമ്മിറ്റി മെമ്പേഴ്സിനെ സൂപ്പർസീഡ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ്, വിൽഫുള്ളി ഡിസ്ഒബേസ് ഓർ ഫെയിൽസ് കംപ്ലൈ വിത്ത് ദി ലോഫുൾ ഓർഡർ ഡയറക്ഷൻ issued under this act or rule. നിർബന്ധമായും ആക്ടും റൂൾ പ്രകാരം ചെയ്യേണ്ടതായിട്ടുള്ള ഓർഡേഴ്സുകൾ ഒന്നുകിൽ മനഃപൂർവമോ അല്ലാതെയോ ഡിസ്ഒബേ ചെയ്തു കഴിഞ്ഞാലും, അല്ലെങ്കിൽ അത് ഓർഡറുകൾ നിർവഹിക്കുന്നതിൽ ഫെയിൽ ആവുകയും ചെയ്തു കഴിഞ്ഞാൽ അവരെയും എന്ത് ചെയ്യാം, സൂപ്പർസീഡ് ചെയ്യാം. നെക്സ്റ്റ്, മേക്സ് പേയ്മെന്റ് കോൺട്രറി ടു ദി ആക്ട് ഓർ റൂൾസ് ഓർ ബൈലോ or causes any loss, damage to the asset of the society by breach of trust and willful negligence. സൊസൈറ്റിയുടെ ഈ കമ്മിറ്റി മെമ്പേഴ്സിന്റെ അശ്രദ്ധ കൊണ്ടോ അല്ലെങ്കിൽ മനഃപൂർവ്വമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടോ സൊസൈറ്റിയുടെ അസറ്റ്സുകൾക്കും അതുപോലെ തന്നെ മറ്റ് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾക്കും ലോസുകളും ഡാമേജുകളും ഉണ്ടായി എന്നുണ്ടെങ്കിൽ അത് വരാനുള്ള കാരണം ആക്ടിനും റൂളിനും വിപരീതമായിട്ടുള്ള പേയ്മെന്റുകളൊക്കെ നൽകിയത് കൊണ്ടാണ്. അപ്പൊ അത്തരത്തിലുള്ള സിറ്റുവേഷൻസുകളിലും ഇവരെ സൂപ്പർസീഡ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് പറയുന്ന മറ്റൊരു റീസൺ ഇതാ പറയുന്നത്, മിസ്അപ്രോപ്രിയേഷൻ ഓർ ഡിസ്ട്രോയ്സ് ഓഫ് ടാമ്പേർഡ് വിത്ത് റെക്കോർഡ്സ്. സൊസൈറ്റിയുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബുക്സ് ഓഫ് റെക്കോർഡുകള്, ഡോക്യുമെന്റ്സുകള് അത് ഒന്നുകിൽ മിസ്അപ്രോപ്രിയേറ്റ് ചെയ്യുക, ദുർവിനിയോഗം ചെയ്യുക, അല്ലെങ്കിൽ അതിനെ മനഃപൂർവ്വം ചെയ്യുക, നശിപ്പിക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാലും സൂപ്പർസീഡിനുള്ളൊരു കോസായി മാറും. അല്ലെങ്കിൽ കോസസ് ഫോർ ദ ഡിസ്ട്രക്ഷൻ ഓഫ് റെക്കോർഡ്സ് ടു കവർ അപ്പ് എനി മിസ്കണ്ടക്ട് ഓർ മാൽ പ്രാക്ടീസ്. അല്ലെങ്കിൽ ഈ പറയുന്ന ഡോക്യുമെന്റ്സ് മനഃപൂർവ്വം നശിപ്പിക്കുന്നില്ല, പക്ഷെ ഇവരുടെ മാൽ പ്രാക്ടീസ് കൊണ്ടോ അല്ലെങ്കിൽ ഇവരുടേതായിട്ടുള്ള മിസ്കണ്ടക്ട് കൊണ്ടോ ഇത്തരത്തിലുള്ള ഡോക്യുമെന്റ്സുകൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുന്നുണ്ടെങ്കിലും ഈ പറയുന്ന ഒരു ഗണത്തിലായിരിക്കും ഉൾപ്പെടുന്നത്. Or then he may, after giving the committee an opportunity to state its object, if any, order by in writing and remove the committee and appoint a committee not more than 3 members. ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസുകൾ ഉണ്ടാകുന്ന പക്ഷം ഈ കമ്മിറ്റി മെമ്പേഴ്സിനെ എന്ത് ചെയ്യാം, സൂപ്പർസീഡ് ചെയ്യാം. അപ്പൊ കമ്മിറ്റി മെമ്പേഴ്സിനെ സൂപ്പർസീഡ് ചെയ്യുന്നതിനേക്കാൾ മുമ്പായി അവർക്കത് എന്തുകൊണ്ട് അവർ ചെയ്തു എന്നുള്ളതിനെ ബോധിപ്പിക്കാനായിട്ട്, അല്ലെങ്കിൽ അവർ സൂപ്പർസീഡ് ചെയ്യുന്നതിൽ അവർ ബോധവാന്മാരാണ് എന്ന് അറിയിക്കുന്നതിന് വേണ്ടി അവർക്ക് എന്ത് ചെയ്യാം, ഒന്നുകിൽ എഴുതിയിട്ടോ അല്ലെങ്കിൽ ഓർഡറായിട്ടോ കൊടുക്കാവുന്നതാണ്. അപ്പൊ ആ ഒരു ഓർഡർ കിട്ടിക്കഴിഞ്ഞാല് അവർക്കത് ബോധിപ്പിക്കാനുള്ള, കാരണം ബോധിപ്പിക്കാനുള്ള ഒരു ടൈം അല്ലെങ്കിൽ റെപ്രസെന്റേഷനുള്ള ഒരു അവസരം കമ്മിറ്റി മെമ്പേഴ്സ് അല്ലെങ്കിൽ സൊസൈറ്റി അനുവദിച്ചിരിക്കണം. ഇങ്ങനെ സൂപ്പർസീഡ് ചെയ്തു കഴിഞ്ഞാല് പിന്നീട് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നതിനും ഓർഗനൈസ് ചെയ്യുന്നതിനും അഡ്മിനിസ്റ്റർ ചെയ്യുന്നതിനും വേണ്ടി 3 വ്യക്തികളിൽ കൂടാത്ത ഒരു കമ്മിറ്റിയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് വിങ്ങിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാവുന്നതാണ്.
ഇത്തരത്തിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള കമ്മിറ്റിയോ, ന്യൂ കമ്മിറ്റി ആണെങ്കിൽ ന്യൂ കമ്മിറ്റി അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിക്ക് 6 മാസത്തിനേക്കാൾ കൂടുതൽ എന്ത് ചെയ്യാനായിട്ട് പാടില്ല, എക്സിസ്റ്റൻസ് ഇല്ല. ദാറ്റ് മീൻസ് അവര് 6 മാസത്തേക്കാണ്, അവരുടെ ടേം ഓഫ് ഓഫീസ് എന്ന് പറയുന്നത് 6 മാസത്തേക്കാണ്. ഇനി ബാങ്കുകളുടെ കേസിലൊക്കെ ആണെങ്കിൽ അതിന് ഒരു കാലാവധി പറയുന്നുണ്ട്. അതിനു മുമ്പായി പുതിയ കമ്മിറ്റിയെ എന്ത് ചെയ്തിരിക്കണം, കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കണം. അപ്പൊ ഒരുപാട് കാരണങ്ങൾ കൊണ്ടാണ് കമ്മിറ്റി മെമ്പേഴ്സിനെ സൂപ്പർസീഡ് ചെയ്യുന്നത്. മെയിൻ ആയിട്ടും നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ആക്ട്, റൂൾ, ബൈലോ ഇതിൽ പറയുന്ന നിയമങ്ങൾക്ക് വിപരീതമായിട്ടുള്ള മിസ്കോണ്ടക്ടുകള്, മിസ് അപ്രോപ്രിയേഷൻസുകള്, മാൽ പ്രാക്ടീസുകള്, ഡീഫോൾട്ട്, നെഗ്ലിജൻസ് ആയിട്ടുള്ള ആക്ടുകള്, ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആക്ടിന് വിപരീതമായി ഏത് തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയോ അത് സൊസൈറ്റിക്ക് അഡ്വേഴ്സ് ആയിട്ട് ബാധിക്കുകയോ സൊസൈറ്റിയുടെ അസറ്റ്സുകൾക്കും സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് ഡാമേജ്, ലോസ് ഉണ്ടാവുകയോ ചെയ്യുന്ന പക്ഷം ആക്ട് അനുസരിച്ച് കൊണ്ട് ഇത് ചെയ്യാം, സൂപ്പർസീഡ് ചെയ്യാവുന്നതാണ്. അതൊന്നുകിൽ ആരുടെ നിഗമന പ്രകാരം ആവാം, ഒന്ന് രജിസ്ട്രാർ ആവാം, അല്ലെങ്കിൽ വിജിലൻസ് ഓഫീസർ ആവാം, അല്ലെങ്കിൽ ആന്റി കറപ്ഷൻ ബ്യൂറോ ആയിരിക്കാം, അല്ലെങ്കിൽ ഗവൺമെന്റ് തന്നെ ഇത്തരത്തിലുള്ള എൻക്വയറി ഒക്കെ ചെയ്തുകൊണ്ട് ഈ പറയുന്ന മാൽ പ്രാക്ടീസോ മിസ്കണ്ടക്ടോ അല്ലെങ്കിൽ വിൽഫുൾ നെഗ്ലിജൻസോ ഡീഫോൾട്ട് പേയ്മെന്റ്സോ കണ്ടെത്താം. അപ്പൊ ആ സിറ്റുവേഷൻസുകളിലൊക്കെ കമ്മിറ്റി മെമ്പേഴ്സിനെ എന്നേക്കുമായിട്ട് സൂപ്പർസീഡ് ചെയ്യും. സൂപ്പർസീഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അവരെ റീഅപ്പോയിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രൊവിഷൻസുകൾക്ക് അനുസരിച്ച് മാത്രമേ റീഅപ്പോയിന്റ് ചെയ്യുള്ളൂ. പക്ഷെ സൂപ്പർസീഡ് ചെയ്യുന്നതിന് മുമ്പായി എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് കാരണം ബോധിക്കാനുള്ള അവസരം നൽകുന്നുണ്ട്. അത് നിയമം പ്രകാരം നൽകേണ്ടതാണ്. അവരെന്തുകൊണ്ട് ചെയ്തു എന്ന് പറയുന്നതിന്റെ ഒരു റെപ്രസെന്റേഷൻ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കമ്മിറ്റി ഈ പറയുന്ന മെമ്പേഴ്സിന് പ്രൊവൈഡ് ചെയ്യണം. സൂപ്പർസീഡ് ചെയ്തു കഴിഞ്ഞാലും പിന്നീട് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ അഡ്മിനിസ്റ്റർ ചെയ്തതിനു വേണ്ടി, മാനേജ് ചെയ്യുന്നതിന് വേണ്ടി ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്യാം. ഷാൽ നോട്ട് എക്സീഡ് 3 മെമ്പേഴ്സ്. ഈ മെമ്പേഴ്സിൽ വരുന്ന ആളുകള് കമ്മിറ്റി മെമ്പേഴ്സിലുള്ള ആളുകൾ ആവണം എന്നില്ല. ആ ഒരു റൂളും കൂടെ ഓർത്തിരിക്കേണ്ടതാണ്. കമ്മിറ്റിയിലുള്ള എല്ലാ മറ്റ് മെമ്പേഴ്സ് ഉണ്ടാവും ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളൊന്നും ചെയ്യാത്ത, അവരൊന്നും ആകണമെന്നില്ല. പുറമേയുള്ള വ്യക്തികളെ വെച്ചുകൊണ്ടും ഈ അഡ്മിനിസ്ട്രേറ്റീവ് ബോഡിയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിലുള്ള കമ്മിറ്റിയിൽ നിന്ന് അല്ലെങ്കിലുള്ള മെമ്പേഴ്സിൽ നിന്ന് കൊണ്ട് തന്നെ പുതിയൊരു കമ്മിറ്റിയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ഇനി അടുത്തത് പറയാനുള്ളത് വേറൊരു പോയിന്റും കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇതുപോലെ ന്യൂ കമ്മിറ്റിയോ ന്യൂ അഡ്മിനിസ്ട്രേറ്റീവ് ബോഡിയോ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 6 മാസത്തേക്ക് വരാണ് അവരുടെ കാലാവധി. പക്ഷേ സൊസൈറ്റി ചില കോപ്പറേറ്റീവ് സൊസൈറ്റീസുകള് ബാങ്കിങ് ബിസിനസ് ചെയ്യുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റികളുണ്ട്, ബാങ്കിങ് ഫംഗ്ഷൻ ചെയ്യുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റികൾ ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കമ്പനികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 പറയുന്ന റൂളുകളും അപ്ലിക്കബിൾ ആണ്. നമ്മൾ ഇതുവരെ പറയുന്ന റൂളുകളെല്ലാം ഏതാണ്, കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിന്റെ 1969 വരുന്ന റൂളുകളാണ്. അതെല്ലാം കോപ്പറേറ്റീവ് സൊസൈറ്റി, നമ്മുടെ കേരളത്തിൽ നിലവിലുള്ള എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റീസുകൾക്കും അത് അപ്ലിക്കബിൾ ആണ്. അത് ഓർമ്മയിലുണ്ടായിരിക്കണം. പക്ഷെ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ബാങ്കിങ് ബിസിനസ്സുകൾ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ബാങ്കിങ് ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ബാങ്കിങ് റെഗുലേഷൻ ആക്ടിന്റെ അമെന്റ്മെന്റ് പ്രകാരം RBI നിന്നുള്ള ലൈസൻസ് ഇഷ്യൂ ചെയ്തതിന് ശേഷം മാത്രമേ ബാങ്കിങ് ബിസിനസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ബാങ്കിങ് ബിസിനസ് ചെയ്യുന്ന കോപ്പറേറ്റീവ് അണ്ടറിൽ വരുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസുകളാണെന്നുണ്ടെങ്കിൽ അവിടെ സൂപ്പർസീഡ് ചെയ്യുന്നതിനുള്ള ഒരു പ്രൊവിഷൻ കൂടെയാണ് നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ആ പോയിന്റ് പറയുന്നത്, ഇൻ ദി കേസ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി carrying on business of banking, the provision of the Banking Regulation Act 1949 shall also apply. In the case of cooperative society carrying on business of banking, appointment of administrative committee shall not exceed 1 year in the aggregate. അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റി ബാങ്കിങ് ബിസിനസ്, ബാങ്കിങ് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 അപ്ലിക്കബിൾ ആണ്. ആ റൂളും കൂടെ അവർ എന്ത് ചെയ്യണം, അപ്ലൈ ചെയ്തിരിക്കണം. അപ്പൊ അങ്ങനെയുള്ള സൊസൈറ്റിയുടെ മാനേജ്മെന്റ് കമ്മിറ്റി സൂപ്പർസീഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയും അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്യാം.
ഈ അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ കാലാവധി അവിടെ എന്ത് ചെയ്യാം, 1 വർഷത്തേക്ക് വരെ കൊടുക്കാവുന്നതാണ്. അപ്പൊ 1 വർഷം കഴിയുന്നതിന് മുമ്പ് കഴിഞ്ഞ ഉടനെ തന്നെ എന്ത് ചെയ്യണം, പുതിയൊരു കമ്മിറ്റിയെ, മാനേജിംഗ് കമ്മിറ്റിയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് ദി ബോർഡ് ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഷാൽ നോട്ട് സൂപ്പർസീഡ് ഓർ കെപ്റ്റ് അണ്ടർ ദി സസ്പെൻഷൻ where there is no government shareholding or loan or financial assistance or any guarantee by the government or any board or institutions constituted by the government. അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഗവൺമെന്റിൽ നിന്ന് ഒരു തരത്തിലുള്ള അസിസ്റ്റൻസുകളോ മറ്റ് സോഴ്സുകളോ അല്ലെങ്കിൽ ലോൺസുകളോ അല്ലെങ്കിൽ മറ്റൊരു ഷുവർട്ടിയോ ഒന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അത്തരം സൊസൈറ്റിയുടെ മെമ്പർമാരിനെ സൂപ്പർസീഡ് ചെയ്യാനായിട്ട് നിയമം അനുവദിക്കുന്നില്ല. ഗവൺമെന്റിന്റെ എന്തുണ്ടായിരിക്കും, പാർട്ടിസിപ്പേഷനോ അല്ലെങ്കിൽ ഗവൺമെന്റ് സോഴ്സിൽ നിന്നുള്ള ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻസുകളോ ഗവൺമെന്റ് അസിസ്റ്റൻസുകളോ ലോണുകളോ ഗവൺമെന്റ് ഷുവർട്ടിയോ ഗ്യാരണ്ടിയോ കിട്ടുന്ന അല്ലെങ്കിൽ ഗവൺമെന്റ് ഓതറൈസ് ചെയ്യുന്ന മറ്റേതെങ്കിലും സ്കീമുകൾ ഉൾപ്പെടുന്ന സൊസൈറ്റി ആണെന്നുണ്ടെങ്കിലാണ് ആ സൊസൈറ്റിയിലെ മെമ്പേഴ്സിന് എന്ത് ചെയ്യാനായിട്ട് പാടുള്ളൂ, സൂപ്പർസീഡ് ചെയ്യാനായിട്ട് അനുവദിക്കുന്നുള്ളൂ, നിയമം അനുവദിക്കുന്നുള്ളൂ. So, the committee or administrator shall be for the expiry the term arranged for the constitution of a new committee. പുതിയൊരു കമ്മിറ്റിയുടെ കോൺസ്റ്റിറ്റ്യൂഷന് വേണ്ടി ഈ കമ്മിറ്റി മെമ്പർമാര്, അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി മെമ്പേഴ്സ് എന്ത് ചെയ്തിരിക്കണം, പുതിയ തീരുമാനങ്ങൾ എടുക്കുകയും ഈ ടേം ഓഫ് ഓഫീസ് എക്സ്പയറി ചെയ്യുന്നതിനേക്കാൾ മുമ്പായിട്ട് പുതിയ കമ്മിറ്റിയെ ഡിസൈഡ് ചെയ്യുകയും ചെയ്യണം. പുതിയ കമ്മിറ്റി ഡിസൈഡ് ചെയ്യാന്നുള്ളതല്ല, പുതിയ കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്യുന്നതിന് വേണ്ടി ഇലക്ഷൻ കൺവീൻ ചെയ്തിരിക്കണം. ഇലക്ഷൻ കൺവീൻ ചെയ്യുന്നതിനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ് ഇവർ ചെയ്യേണ്ടത്. Let's conclude our today's class. We have discussed in today's class general body meeting section 29, special general body meeting convened under section 30 and rule 36, nominee of the government in the special case of the Apex Society and Central Society, and last one supersession of the society. സൊസൈറ്റി അല്ല, കമ്മിറ്റി. ഇത്രയും പോയിന്റ്സുകളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത്. അതായത് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ആക്ടുകളിൽ വരുന്നതാണ് സൂപ്പർ സെഷൻ ഓഫ് ദി കമ്മിറ്റി, ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ അത് എക്സാമിനേഷന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അതുപോലെ തന്നെ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ്, ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് കൺവീൻ ചെയ്ത് കഴിഞ്ഞാലും അതിൽ ഡിസ്കസ് ചെയ്യേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രൊവിഷൻസുകൾ അല്ലെങ്കിൽ ആ ഒരു ഡിസ്കഷൻ മാറ്റേഴ്സുകൾ വളരെ പ്രധാനപ്പെട്ടതായിട്ട് പഠിക്കേണ്ടതായിട്ട് വരും. അതുപോലെ സൂപ്പർ സെഷൻ ഏതൊക്കെ സിറ്റുവേഷൻസുകളിൽ എന്തെല്ലാം കോസസുകളിലാണ് സൂപ്പർ സെഷൻ ചെയ്യുന്നത്, എന്തെല്ലാം സാഹചര്യങ്ങളിൽ ആരാണ് സൂപ്പർ സെഷൻ ചെയ്യുന്നത്, അത്രയും പോയിന്റ്സുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അതിന്റെ അടുത്ത ഇതിലേക്ക് പോകാം. റൂൾ 33 സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.